പ്രതിഷേധ ധർണ നടത്തി. ചവറ KMML മുന്നിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. KMML മാനേജ്മെന്റിന്റെ പന്മന ഗ്രാമപഞ്ചായത്തിനോടുള്ള അവഗണനയ്ക്കെതിരെയാണ് സൂചനാ ധർണ നടത്തിയത്. പൊതുമേഖലാ സ്ഥാപനമായ KMML പന്മന ഗ്രാമപഞ്ചായത്തിനോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് KMML കമ്പനിക്ക് മുന്നിൽ പന്മന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൂചനാ ധർണ നടത്തിയത്. രാവിലെ 8 മുതൽ 9 വരെ 1 മണിക്കൂർ നേരമായിരുന്നു സൂചനാ ധർണ. KMML ചേർന്ന് കിടക്കുന്ന പന്മന ഗ്രാമപഞ്ചായത്തിന്റെ വാർഡുകളിൽ വികസനത്തിന് 1 രൂപ പോലും നൽകാൻ KMML തയ്യാറാകുന്നില്ല. കോവിഡ് പ്രതിസന്ധി നേരിട്ടപ്പോഴും സഹായം നൽകിയില്ല. KMMLന്റെ ദുരിതം നേരിടുന്ന 7 വാർഡുകളിൽ CSR ഫണ്ട് വിനിയോഗിക്കാൻ KMML തയ്യാറായിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് പറയുന്ന കാര്യങ്ങളോട് നിസ്സംഗ മനോഭാവമാണ് KMML കാട്ടുന്നത്. കമ്പനി ഏറ്റെടുത്ത 36 ഏക്കർ സ്ഥലത്ത് ദേശീയപാത കമ്പനിക്ക് ടാർ മിക്സിംഗ് പ്ലാന്റിനുൾപ്പെടെ അനുമതി നൽകിയിരിക്കുകയാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നു. കളരി വാർഡിൽ ടാർ മിക്സിംഗ് പ്ലാന്റിന് അനുമതി നൽകിയതിനെ ഭരണസമിതി ശക്തമായി എതിർക്കുന്നുണ്ട്. എന്നിട്ടും KMML നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള KMMLന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് KMMLന് മുന്നിൽ സൂചനാ ധർണ നടത്തിയത്. അഡ്വക്കേറ്റ് E. യൂസഫ് കുഞ്ഞ് സൂചനാ ധർണ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഈ കമ്പനി മൂലം നാളെ മൊത്തം നശിക്കാൻ പോവുകയാണ്. രോഗം ബാധിച്ച ആളെ നശിക്കാൻ പോവുക, മരിക്കാൻ പോവുകയാണ്. ഇത് അവസാനിപ്പിക്കാൻ ഈ നിങ്ങൾ ഉൾപ്പെടെ, ഈ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഉൾപ്പെടെ മുന്നോട്ട് വരണം. ഈ ഇവിടുത്തെ വിവിധങ്ങളായ വിഷയങ്ങൾ പരിഹരിക്കണം. ഇതൊരു സൂചന മാത്രമാണ് ഞങ്ങൾക്ക്. ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇതും ചെയ്ത് ഞങ്ങൾക്ക് വിഷമമുള്ള ആളുകളാണ്. അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം സംബന്ധിച്ച് നഷ്ടമുണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിലനിൽക്കുന്നതിന് വേണ്ടി ചെയ്യാതിരിക്കാൻ വഴിയില്ല. ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര അധ്യക്ഷത വഹിച്ചു. ഈ നാടിനെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല. അപ്പൊ അതിന് പറ്റുന്ന സഹായങ്ങൾ KMML കമ്പനിയുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ഉണ്ടാവണം. അതേ കണക്ക് തന്നെ കുടിവെള്ളത്തിനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ് ഈ ജനപ്രതിനിധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാർഡുകളിൽ നിന്നും നമ്മൾക്ക് KMML കമ്പനിയുടെ 7 വാർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ മാത്രം കുറച്ച് വെള്ളം തരുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള വാർഡുകളിലെല്ലാം വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ വെള്ളത്തിന്റെ കാര്യത്തിലും വളരെ നല്ലൊരു തീരുമാനം കമ്പനിയിൽ നിന്നുണ്ടാകണം. പന്മന ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സാധാരണക്കാരോട്, നിരാലംബരായിട്ടുള്ളവരോട് ഈ മാനേജ്മെന്റ് കാണിക്കുന്ന സമീപനം മാറ്റിയേ മതിയാകൂ. നമുക്കറിയാം, പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ എല്ലാവരും കടന്നു കയറി വരുന്ന ഒരു സ്ഥലമാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കടന്നു കയറി വന്ന് ആധികാരികമായി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്, ചോദിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയിലൂടെയാണ്. B. സുകന്യ, ജോർജ് ചാക്കോ, രാജീവ് കുഞ്ഞുമണി, മാമൂലിയിൽ സേതുക്കുട്ടൻ, കൊച്ചറ്റിയിൽ റഷീന, M. ഷെമി, നൌഫൽ, ഷീല, അബ്ദുൽ സമദ, ഉഷ, ഷംന റാഫി, കറുകത്തറ ഇസ്മയിൽ, അനീസ നിസാർ, സൂരറ്റ് സക്കീർ, അനിൽകുമാർ, ശ്രീകല, ഹൻസിയ, രമ്യ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമേഖലാ സ്ഥാപനമായ KMML പന്മന ഗ്രാമപഞ്ചായത്തിനോട് നിരന്തരമായ അവഗണന തുടരുകയാണെന്ന് ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.